ഇറാൻ കുറച്ച് സംഭവങ്ങൾ ചെയ്തു. പെട്ടെന്ന് 4 മൊസാഡ് ഏജൻസിനെ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. അതായത് 4 മൊസാഡ് ഏജൻസിനെ കൊലപ്പെടുത്തിയെന്ന്. എന്തുകൊണ്ട് ഇറാൻ പെട്ടെന്ന് ഈ 4 പേരെ കൊലപ്പെടുത്തണമെന്ന് നോക്കുമ്പോൾ നിരവധി പേരെ ഇതിനകം തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ 2-3 മാസത്തെ അപ്ഡേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, മിനിമം ഒരു 20 മൊസാഡ് ഏജൻസിനെങ്കിലും ഇറാൻ കൊന്നിട്ടുണ്ടാകും. ഇറാനെതിരെ അമേരിക്ക, ഇസ്രയേൽ, മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങൾ കളി നീക്കുമ്പോൾ ഇറാന്റെ കളി തികച്ചും വ്യത്യസ്തമായിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നും അതിനോടൊപ്പം തന്നെ അമേരിക്ക മറ്റു പല രാജ്യങ്ങൾക്കും വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ UNRWA എന്ന സംഘടനയ്ക്ക് ആരും ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് ഒഫീഷ്യലായി അറിയിച്ചിട്ടില്ല, പക്ഷെ അൺഒഫീഷ്യലായി പറഞ്ഞു കഴിഞ്ഞു. നിരവധി പേർ ഇനി ഫണ്ട് കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഗാസ ഭാഗത്തെ ജനങ്ങൾ, പാലസ്തീൻ ജനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും? ഇതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാനമായി വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജപ്പാൻ അവരുടെ UNRWA ഫണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ UNRWA എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. അതായത് റെഫ്യൂജീസിന് വേണ്ടി, കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഘടന. ഈ ഒരു സംഘടനയ്ക്ക് ഈ ഒരു ഫണ്ട് വളരെ അത്യാവശ്യമാണ്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, ആഹാരം, വസ്ത്രം, ഇതിനൊക്കെ ഫണ്ടിങ് അത്യാവശ്യമാണല്ലോ. സോ ഇങ്ങനെ ഇതിന് ഫണ്ടിങ് അത്യാവശ്യമായി വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗാസ ഭാഗത്തേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഡിസ്പ്ലേസ്ഡ് ആയവർ നിരവധി പേർ, ലക്ഷക്കണക്കിന് ആളുകൾ ഗാസ ഭാഗത്തുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഐക്യരാഷ്ട്രസഭയുടെ നിരവധി സഹായങ്ങൾ ലഭിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിന്റെ ആക്രമണം നടന്ന ആ ഒരു സമയത്ത് UNRWA എന്ന സംഘടനയുടെ വാഹനം ഉപയോഗിച്ചതായി ഇസ്രയേൽ ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഇസ്രയേൽ അങ്ങനെ ആരോപണം ഉയർത്തിയത് മാത്രമല്ല, ഫൂട്ടേജസ്, അതായത് ഇമേജസ്, വീഡിയോസ് ഇതെല്ലാം പുറത്തുവിട്ടു. ഇങ്ങനെ ഒരു ഇമേജസ് അല്ലെങ്കിൽ ഫൂട്ടേജ് എല്ലാം പുറത്തു വന്ന ഉടൻ തന്നെ UNRWA അധികാരികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിൽ കുറച്ചു പേർ ഇതുപോലെയുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവരെയെല്ലാം ജോലിയിൽ നിന്നും ഉടനടിയായി പുറത്താക്കി എന്നൊരു അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ UNRWA എന്ന ഒരു സംഘടന ഉണ്ടായിരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ഇസ്രയേൽ കുറ്റവാളിയാണെന്ന് വിധി പറഞ്ഞതിന്റെ പിന്നിലെ പ്രധാന കാരണം തന്നെ ഈ UNRWA എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ തെളിവുകൾ ശേഖരിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഓൾറെഡി 12 മുതൽ 14 രാജ്യങ്ങൾ UNRWA ഫണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് പാലസ്തീൻ ജനങ്ങൾക്ക്, ഗാസ ഭാഗത്തെ പാലസ്തീൻ ജനങ്ങൾക്ക് വളരെ വലിയ പ്രശ്നമുണ്ടാക്കും. ഓൾറെഡി അവർക്ക് മതിയായ ആഹാരം ലഭിക്കുന്നില്ല. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ തകർത്തു കഴിഞ്ഞു. മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നില്ല, വസ്ത്രം കിട്ടുന്നില്ല, ആഹാരം കിട്ടുന്നില്ല. അവർക്ക് ആവശ്യമായ, നിത്യേന ആവശ്യമായ പല സാധനങ്ങളും അവർക്ക് ലഭ്യമാകുന്നില്ല. ഇതിനോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളുടെ പക്കൽ നിന്നും വന്നുകൊണ്ടിരുന്ന സഹായവും ഇപ്പോൾ ഇസ്രയേൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ഇസ്രയേലിന്റെ ഗെയിം. ഇതിനെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ അറബ് ലീഗ് രാജ്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് പോലെയാണ് തോന്നുന്നത്. UNRWA ഫണ്ടെല്ലാം സ്റ്റോപ്പ് ചെയ്തത് പക്ക പ്ലാൻ ചെയ്ത പ്രവൃത്തിയാണ്. അതേപോലെ ഇറസ്പോൺസിബിൾ ആയ കാര്യമാണെന്നും പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഫണ്ടിങ് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സാധാരണ ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നത് വ്യക്തമായി അറിഞ്ഞിട്ടും പാശ്ചാത്യ രാജ്യങ്ങൾ ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനമെടുത്തതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 12 പേരാണ് UNRWA നിന്നും ഹമാസിന് സപ്പോർട്ടായി നിന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 9 പേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 പേർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും ഈ UNRWA വഴി ഹമാസിനും പാലസ്തീൻ ജനങ്ങൾക്കും റിവെഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ ദിവസവും ബ്രിട്ടീഷിന്റെ വാർഷിപ്പ് ഹൂതീസിന്റെ ഡ്രോണിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. സോ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൂതീസിന്റെ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ UK, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ യമൻ രാജ്യത്ത് ആക്രമണം നടത്തുന്നുണ്ട് എന്നതും പ്രധാന വാർത്ത തന്നെയാണ്. സോ വീണ്ടും മാറി തമ്മിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റെഡ് സീ ക്രൈസിസ് ഒരിക്കലും കുറയുന്നില്ല, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. സോ നിരവധി പേർ, അറബ് രാജ്യങ്ങളിലെ നിരവധി പേർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ ഡബിൾ ഗെയിം ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ടെക്സാസ് മുതൽ റെഡ് സീ ക്രൈസിസ് വരെ എല്ലാം ശ്രദ്ധിക്കാൻ ബൈഡന് കഴിഞ്ഞു എന്ന് വരില്ല. ടെക്സാസ് എന്ന പ്രവിശ്യയിൽ വളരെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. റെഡ് സീയിൽ അമേരിക്ക ഇസ്രയേലിനെതിരെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരുന്ന അമേരിക്ക ഇപ്പോൾ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ടാണോ എന്തോ
അവിടെ വീണ്ടും മറ്റൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇതെല്ലാം ജോ ബൈഡന് ഒറ്റയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജോ ബൈഡൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഐ എം സോ ടയേർഡ്, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് അമേരിക്കൻ ജനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, പ്രവർത്തികൾ മാത്രം ചെയ്യുക എന്ന ശബ്ദവും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്ക മുൻഗണന കൊടുക്കുന്നു, അല്ലെങ്കിൽ ജോ ബൈഡൻ മുൻഗണന കൊടുക്കുന്നു എന്നത് അമേരിക്കൻ ജനങ്ങൾ തന്നെ മനസ്സിലാക്കി എന്ന് പറയാം. അടുത്തത് സൗദി മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാനുഷിക പരിഗണനയിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഒരു രാജ്യം ചെയ്താൽ തെറ്റ്, മറ്റൊരു രാജ്യം ചെയ്താൽ അത് തെറ്റില്ല എന്ന മെന്റാലിറ്റിയിൽ നിന്നും പുറത്തു വരണം. ഈ UNRWA എന്ന സംഘടന ഇപ്പോൾ പാലസ്തീൻ ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നത് കൊണ്ട് അവരുടെ സഹായങ്ങൾ, അവരിലേക്കുള്ള ഫണ്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നു. ഇതേ ഇസ്രയേലിന് അനുകൂലമായിട്ടാണ് ഇവർ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യില്ലായിരുന്നു. ഇവിടെ പക്ഷഭേദമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോ മാനുഷിക പരിഗണനയിലുള്ള പ്രശ്നങ്ങൾ, സഹായങ്ങൾ, നിയമങ്ങൾ എല്ലാവർക്കും കോമൺ ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജോർദാനിൽ മറ്റൊരു പ്രശ്നം, ഇറാന്റെ ഒരു ഡ്രോൺ വന്ന് ആക്രമണം നടത്തുന്നു. 3 അമേരിക്കൻ സൈനികർ മരണപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നു. ജോർദാൻ ഭരണകൂടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരാണ് ആക്രമണം നടത്തിയത് എന്നറിയില്ല. 3 അമേരിക്കൻ സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതും സത്യമാണ്. പക്ഷെ അത് ഇറാന്റെ ഡ്രോൺ ആണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഇറാനോട് ചോദിക്കുമ്പോൾ ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഡ്രോണും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ തീർച്ചയായും ഇറാൻ തന്നെയാണ്. ഇതിന്റെ തിരിച്ചടി തീർച്ചയായും ഇറാൻ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ മറുപടി. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രയേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ ഏകദേശം 165 പാലസ്തീനിയൻസ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നു. ഇപ്പോൾ നടക്കുന്ന ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം ഹമാസിനെ ഫ്യൂച്ചറിലേക്കായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേൽ എന്ന തരത്തിലുള്ള കമന്റും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ലെസ് പൊളിറ്റിക്സ് മോർ ടാക്ടിക്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാലസ്തീൻ ജനങ്ങൾക്ക് ഹമാസ് എന്നത് ഒരു രാഷ്ട്രീയപരമായ സംഘടനയായിട്ടാണ് നിലകൊള്ളുന്നത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു യുദ്ധം എന്നത് ഹമാസ് എന്ന സംഘടനയെ രാഷ്ട്രീയപരമായ സംഘടനയിൽ നിന്നും വേർപെടുത്തി അതിന്റെ അടുത്ത ഘട്ടമായി ഇസ്രയേലിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഗൊറില്ല വാർഫെയർ മുതൽ ആയുധങ്ങൾ കുന്നുകൂട്ടുന്നത് വരെ എല്ലാ രീതിയിലും മോർ ടാക്ടിക്സ് പഠിക്കുന്നതിന് ഇസ്രയേൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് തീർച്ചയായും ഇസ്രയേലിന് തന്നെ വളരെ വലിയ പ്രശ്നമാകുമെന്നും പറയുന്നുണ്ട്. ഇനിയും 80% ടണൽ സ്ട്രക്ചർ, അതായത് ഹമാസിന്റെ ടണൽ സ്ട്രക്ചർ 80% ഹമാസ് ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. നോർത്തേൺ ഗാസ ഭാഗത്തുണ്ടായിരുന്ന 20% ടണൽ സ്ട്രക്ചർ മാത്രമേ ഇസ്രയേലിന് നശിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള 80% ഇതുവരെ തൊടാൻ പറ്റിയിട്ടില്ല എന്ന വിവരവും പുറത്തു വന്നു. സോ ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു യുദ്ധം ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാനാണെന്ന് പറഞ്ഞാലും ഇനി തലമുറ കഴിഞ്ഞാലും ഹമാസിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് അമേരിക്കയുടെ എക്സ് സൈനിക ജനറൽസ് പറയാൻ ആരംഭിച്ചിരിക്കുന്നു. അല്ലമൽ ഹോസ്പിറ്റലിൽ ആക്രമണം നടത്തി എന്നത് നമുക്കറിയാം. ഈ ഹോസ്പിറ്റൽ, അതിനു ചുറ്റുമായി താമസിക്കുന്നവരെല്ലാം പുറത്തു പോകണമെന്ന ഒരു അറിയിപ്പ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി അവിടെയുള്ള ജനങ്ങൾക്ക് പകരുന്നുണ്ട് എന്നും പകർച്ചവ്യാധി വളരെ വേഗത്തിലാണ് വ്യാപിക്കുന്നത് എന്നും പറയപ്പെടുന്നു. അടുത്തത് ഹൂതീസിന്റെ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും ഹൂതീസിനെ ഭയന്നാണ് ഇരിക്കുന്നത്. ഡബിൾ പേ കൊടുക്കേണ്ടി വരുന്നു. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് റെഡ് സീ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പേ കൊടുക്കേണ്ടി വരുന്നു. അത് മാത്രമല്ല, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൂതീസ് അറിയാതെ വളരെ സൈലന്റ് ആയി പോകേണ്ടി വരുന്നു. ഇങ്ങനെ പോയാൽ റെഡ് സീ വഴി നടക്കുന്ന ട്രേഡിൽ 30% കണ്ടെയ്നർ ട്രാഫിക്കിൽ വലിയ പ്രശ്നമുണ്ടാകും. മാത്രമല്ല, ഇൻഷുറൻസ് സ്ഥാപനങ്ങളെല്ലാം റെഡ് സീ വഴി കപ്പൽ പോയാൽ ഇൻഷുറൻസ് തരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ഇത് ട്രേഡ് മാത്രമല്ല, ഭാവിയെയും വലിയ രീതിയിൽ പ്രശ്നത്തിലാക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. സോ ഇന്നത്തെ ഈ അപ്ഡേറ്റുകളെല്ലാം കാണുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കാൾ കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ ഇസ്രയേൽ ഹമാസ് പ്രശ്നം, ഇസ്രയേൽ ഗാസ യുദ്ധം ഇനിയും തുടരാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.